ഏഷ്യയിൽ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ നമ്മൾ ഒരുപാട് കാലം മുന്നേ കേട്ടിട്ടുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് എന്ത് പറയുന്ന സമയത്ത് നമുക്ക് റഷ്യ മുന്നേ നമുക്ക് അറിയുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനൊക്കെ പൊതുവെ നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ടാണ് നമ്മൾ ഫിമിലർ ആയി വന്നത്. എന്നാൽ റഷ്യ എപ്പോൾ മുതലോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ ഫിമിലർ ആയിട്ടുള്ള രാജ്യമാണ്. റഷ്യയുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ വളരെ പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 100-200 കൊല്ലത്തെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, റഷ്യ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. റഷ്യൻ ലാംഗ്വേജ് ലൈസൻസിങ് എക്സാം എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റഷ്യയിൽ തന്നെ ഒരു ഡോക്ടറായിട്ട് നല്ല സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഫീസും ലിവിങ് എക്സ്പെൻസും വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് 25 ലക്ഷം മുതൽ കംപ്ലീറ്റ് ബഡ്ജറ്റ് വരുന്ന യൂണിവേഴ്സിറ്റികൾ റഷ്യയിലുണ്ട്. അതായത് റഷ്യയിലുള്ള ഫീസും ലിവിങ് എക്സ്പെൻസും കുറവാണ് എന്നുള്ളത് റഷ്യയിലുള്ള വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആറാമത്തെ കാര്യം, റഷ്യയിലുള്ള കൾച്ചറാണ്. അതായത് റഷ്യയിൽ കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് കൾച്ചർ ആയതുകൊണ്ട് തന്നെ പലർക്കും അത് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റഷ്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് റഷ്യക്കുള്ളത് എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്. ഇനി റഷ്യയുടെ ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി ഓഫ് മോസ്കോ, അതായത് റഷ്യയിലുള്ള ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് റഷ്യയിൽ പഠിച്ച റഷ്യയിൽ വർക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് റഷ്യയിൽ പഠിച്ച് റഷ്യയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ റഷ്യൻ ലാംഗ്വേജിൽ അവരുടെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊരു സ്പെസിഫിക്കലി ഒരു യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പാർട്ടിനോ വേണ്ടി പറഞ്ഞേക്കണല്ല, റഷ്യക്ക് മുഴുവനായിട്ട് അങ്ങനെയാണ്. റഷ്യയിൽ എവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും റഷ്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലുള്ള ലൈസൻസിങ് എക്സാം എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയിൽ വർക്ക് ചെയ്യുന്നതിന് മാത്രമല്ല, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് NMC ഗൈഡ്ലൈൻസിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് റഷ്യൻ ലാംഗ്വേജിൽ നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതേണ്ടി വരും എന്നുള്ള വലിയൊരു ഡീമെറിറ്റ് റഷ്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ NMC ഗൈഡ്ലൈൻസിലുള്ള ആ ഒരു ക്ലാരിറ്റിയുടെ കുറവ് റഷ്യയിലുണ്ട്. രണ്ടാമത്തെ കാര്യം, റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളും അതായത് അവർക്കൊരു കോട്ട ഉണ്ടാവും. 200 അഡ്മിഷനാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നതെങ്കിൽ അവർ അവിടുന്ന് 500 അഡ്മിഷൻ എടുക്കും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് ഒരുപാട് കുട്ടികളെ ഒന്നിച്ച് എക്സ്പെൽ ചെയ്യും. അതായത് എക്സ്പെൽ ചെയ്യാന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലൊക്കെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇതും റഷ്യൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു ബിഗസ്റ്റ് നെഗറ്റീവാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ റഷ്യൻ ഉക്രൈൻ വാറിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ റഷ്യ ബോർഡറിൽ കിടക്കുന്ന കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇല്ലെങ്കിൽ അവിടത്തേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സെക്യൂരിറ്റി ത്രെറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. നാലാമത്തെ, റഷ്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, റഷ്യയിലെ പല യൂണിവേഴ്സിറ്റികളും ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റികളാണ്. ബൈലിംഗ്വൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ 3 വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജിലും അടുത്ത 3 വർഷം റഷ്യൻ ലാംഗ്വേജിലാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും അവിടെ അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ കഴിയുമ്പോഴാണ് ഇത് റിയലൈസ് ചെയ്യുന്നത്. തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ മുതൽ ഒരു റഷ്യൻ ലാംഗ്വേജിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. ആ സമയത്ത് NMC ഗൈഡ്ലൈൻസ് പ്രകാരം ട്രാൻസ്ഫർ എടുക്കാനോ കാര്യങ്ങൾക്ക് ഒന്നും കുട്ടികൾക്ക് പറ്റില്ല. അത് മാത്രമല്ല, NMC ഗൈഡ്ലൈൻസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം നമ്മുടെ എൻ്റയർ കോഴ്സ് എന്നുള്ളത്. ഇതും അവിടെ വയലേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ കൃത്യമായിട്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ ഏത് ഭാഷകളിലാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.